നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് എത്തുന്നത്. ഇവർ വിസിറ്റിംഗ് വിസയിലെത്തി തൊഴിൽ അന്വേഷിക്കുകയാണ് പതിവ്. എന്നാൽ ഏജന്റുമാരുടെ കെണിയിൽപ്പെട്ട് വിസിറ്റ് വിസയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തി പണി മേടിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇത്തരത്തിൽ പല സംഭവങ്ങളും പുറത്തു വരുമ്പോഴും ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഒടുവിൽ ജോലി ശരിയാകാതെ നാട്ടിലേക്ക് പോകേണ്ടി വരുന്നത് ആത്മഹത്യയുടെ വഴിയിൽ ഇവരെ എത്തിക്കുന്നു. പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൂടുതലും മലയാളികളാണ്. ഇപ്പോൾ ബഹ്റൈനിൽ ഏജന്റുമാരുടെ കെണിയിൽപ്പെട്ട് വിസിറ്റ് വിസയിൽ രാജ്യത്തേക്ക് എത്തി ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശക വിസയിൽ വന്ന 2 പേരാണ് ജനുവരിയിൽ ആത്മഹത്യ ചെയ്തത്. തൃശൂർ സ്വദേശിയായ യുവാവും തിരുവനന്തപുരം സ്വദേശിയായ യുവാവുമാണ് ജീവനൊടുക്കിയത്. വിസിറ്റ് വിസയിൽ വലിയ തുക നൽകി ജോലിക്കെത്തിയിട്ട് ജോലി ശരിയാകാത്തതിന്റെ പ്രയാസത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. 2.10 ലക്ഷം 2,10,000 രൂപ നാട്ടിലെ ഏജന്റിന് നൽകിയാണ് തിരുവനന്തപുരം സ്വദേശി വിസിറ്റ് വിസയിൽ സൗദിയിൽ എത്തിയത്. ബഹ്റൈൻ എയർപോർട്ടിൽ എത്തി ആദ്യം തിരിച്ചയച്ചു. പിന്നീട് വീണ്ടും പണം നൽകി 3 മാസം മുമ്പ് ബഹ്റൈനിലെത്തി. ഇപ്പോൾ വിസിറ്റ് വിസയിലാണ് പോകുന്നതെങ്കിലും പിന്നീട് ഹോട്ടലിൽ ജോലി ലഭിക്കും എന്നാണ് ഏജന്റ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. ബഹ്റൈനിൽ എത്തി പല സ്ഥലങ്ങളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തരത്തിൽ ഏജന്റുമാർ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒടുവിൽ ജോലിയും ഇല്ല. നൽകിയ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിരവധി പേരാണ് ഇത്തരത്തിൽ ചതിയിൽപ്പെടുന്നത്. പലരും ബഹ്റൈനിൽ എത്തി താമസിക്കാൻ വരെ പ്രയാസപ്പെടുന്നവർ ആണ്. ഇത്തരത്തിൽ പണം നൽകി ആരും ബഹ്റൈനിലേക്ക് വരരുതെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. ഭാഗ്യ പരീക്ഷണത്തിനായി വലിയ തുകകൾ നൽകി ആരും യാത്രയ്ക്കായി തയ്യാറെടുക്കരുത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും എത്തിയില്ലെങ്കിൽ വലിയ പ്രയാസത്തിലായിരിക്കും നിങ്ങൾ എത്തുക. കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ 39 ഇന്ത്യക്കാരാണ് പ്രശ്നത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. അതിൽ 60% മലയാളികളാണ്. അതുപോലെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ധാരാളം പേരാണ് തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നത്. ഈ സാഹചര്യത്തിൽ PBSK ആപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരുന്നു. ഗാർഹിക തൊഴിലാളികളെ കുറഞ്ഞ നിരക്കിൽ നൽകാമെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിൽ വഞ്ചിതരാകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UAE ഇത്തരം പരസ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഇക്കാര്യത്തിൽ UAE അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. ലാഭവും എളുപ്പവും നോക്കി ഓൺലൈൻ ഏജൻസികളെ ആശ്രയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു.